ഹായ് ഡേയ്സ്. അപ്പോൾ ഇത് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ടൊരു സ്പൂണ് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചും കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ റവ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ട പിടിക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ വറ്റി വരുന്നത് വരെ നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. അപ്പോൾ റവ നന്നായിട്ട് തന്നെ വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറി വരട്ടെ. അപ്പോൾ ഇത് മറ്റൊരു പാത്രം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 2 പൊട്ടാറ്റോ നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലോട്ടൊരു 1/4 കപ്പ് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു പച്ചമുളകും കൂടെ ഇതിലോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ വേവിച്ചെടുത്തപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിവിടെ മറ്റൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് വെളുത്ത എള്ളും അതേപോലെ തന്നെ കറുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവാക്കി എടുക്കാം. ഒരു തണ്ട് മല്ലിയിലയും കൂടെ ഇതിലോട്ട് കട്ട് ചെയ്തെടുക്കുക ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു അര കപ്പോളം വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഒട്ടും കട്ടയില്ലാത്തതിനെ നമുക്കിത് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പത്തിരി പലക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ വാട്ടിയെടുത്ത റവ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് 2 ബോൾസാക്കി എടുക്കാം. ഒരു ബോൾസ് നമുക്ക് ഇതേപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത പൊട്ടാറ്റോ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് നമുക്ക് ഇതേപോലെ വെച്ചെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള റവ നമ്മൾ ഇതേപോലെ ഒന്നും കൂടി പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ നമുക്കൊരു 5 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര പീസാക്കി എടുക്കുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ.
എന്നിട്ട് ഓരോ പീസും ഇതേപോലെ സെപ്പറേറ്റ് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കലക്കിയെടുത്ത മൈദമാവ് നന്നായിട്ട് തന്നെ ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മാവിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം വേണ്ട ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഫുള്ളായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.